ഋഷി, ഈ മഴ കുറയുന്നില്ലല്ലോ. നമ്മളെങ്ങനെയാ വീട്ടിലേക്ക് പോവുക? അതിന് നമ്മൾ ഇനി വീട്ടിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇവിടെ തന്നെ അങ്ങ് സ്റ്റേ ചെയ്യാം. ഇവിടെയോ? നോക്കണ്ട, ചുമ്മാ പറഞ്ഞത്. ഏട്ടനെ വിളിച്ചിട്ടുണ്ട്, കാറുമായിട്ട് വരും. ഈ മഴയത്ത് നടന്നു പോകുന്ന അത്ര സേഫ് അല്ല. ഓ അല്ല, നീ നമ്മുടെ കുട്ടിക്ക് പേരെന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പിന്നല്ലാതെ ആൺകുട്ടിയാണെങ്കിൽ അത് സാത്വിക്, പെൺകുട്ടിയാണെങ്കിൽ ഋഷിക. എങ്ങനെയുണ്ട്? ഋഷികയോ? അതെ, ഋഷിക. ഋഷിക. ഓ അതായിരുന്നോ? സാരല്ല, നീ പേടിക്കണ്ട, നമുക്ക് ആൺകുട്ടിയായിരിക്കും. ആൺകുട്ടിയോ? ചിരിക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നമുക്ക് ആൺകുട്ടിയാ. പെൺകുട്ടിയാണെങ്കിൽ നീ അവളുടെ പിറകെ ആയിരിക്കില്ലേ, അതുകൊണ്ട് നമുക്ക് ആൺകുട്ടിയായിരിക്കും. ഓക്കെ, നമുക്ക് ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ അടുത്ത് ട്രൈ ചെയ്യും. അപ്പോൾ പെൺകുട്ടിയാവുമല്ലോ. ഋഷി, അതും നമുക്ക് ആൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? രണ്ടാമത്തതും ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ മൂന്നാമത് ട്രൈ ചെയ്യും. ട്രൈ ചെയ്യുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ 1, 2, 3 ഒക്കെ ആൺകുട്ടിയാണെങ്കിൽ നീ എന്ത് ചെയ്യും? എൻ്റെ മൂക്കിൽ പല്ല് വരുന്നത് വരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും പെൺകുട്ടിക്ക്. അയ്യടാ, മൂക്കിൽ പല്ല് വരുന്നവരെ ഞാനെന്താ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന മിഷ്യനോ? എനിക്കൊന്നും വയ്യ, ഞാനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അത് നമുക്ക് കാണാം. ഇങ്ങോട്ട് വാടി. നിന്നെപ്പോലൊരു സുന്ദരൻ ആൺകുട്ടി, എന്നെപ്പോലൊരു സുന്ദരി പെൺകുട്ടി. നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആവും. ഋഷി, നീ എന്നോടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്. ആണോ? സത്യമായിട്ടും? ഏട്ടൻ വന്നു, വാ പോവാം. ഋഷി, എന്തായി? ഋതികേച്ചിക്ക് പെയിൻ വന്നോ? ഞാൻ എല്ലാവരെയും വിളിച്ചു, എല്ലാവരുടെ ഫോണും ബിസി ആയിരുന്നു, ആരും എടുത്തില്ല. അത് തിരക്കിലായിരുന്നു. ലേബർ റൂമിൽ മിക്കവാറും രാത്രി കയറ്റുമെന്ന ഡോക്ടർ പറഞ്ഞ്. ഓ ആണോ? ശരി, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, പെട്ടെന്ന് വാ. സാക്ഷി, നിനക്കെന്ത് പറ്റി? നിന്റെ മുഖം എന്താ ഡള്ളായിട്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല ഋഷി, ഫ്രഷ് ആയിട്ട് ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഇവൾക്കെന്താ പറ്റിയ? മുഖമൊക്കെ അത് വല്ലാണ്ട്. 1-2 മാസം കൂടെ കഴിയുമ്പോൾ ഞാനിതുപോലെ അഡ്മിറ്റ് ആവണം. ഡെലിവറി പെയിൻ, സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം തന്നെ എനിക്ക് വയ്യ. സാക്ഷി, നീ എന്താ ഇത്രയും നേരിട്ടെന്ന് ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല ഋഷി, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. എന്താ ഇത്ര ആലോചിക്കാൻ? അത് പറ. ഋഷി, എനിക്കെന്തോ വല്ലാതെ പേടിയാവുക. ഇത്രയും ദിവസം കുഴപ്പമില്ലായിരുന്നു, ഡേറ്റ് എടുക്കും തോറും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതായിരുന്നോ കാര്യം? അതിനി 2 മാസം ഇല്ലേ? പിന്നെ ഏട്ടൻ്റെ കൊച്ചിനെ കാണുമ്പോൾ നീ അതൊക്കെ മറക്കും, നോക്കിക്കോ. നിനക്കിങ്ങനെ എഴുതി സിമ്പിളായിട്ട് പറയാം, ഞാനല്ലേ അനുഭവിക്കുന്നത്. എൻ്റെ പൊന്നു സാക്ഷി, ആദ്യത്തെ ഡെലിവറിക്ക് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാ? ഇനിയും ഒരു 5-6 എണ്ണം പ്രസവിക്കാനുള്ളതല്ലേ നിനക്ക്? ഏറെട്ടെണ്ണോ? നീ കഴിച്ചെങ്കിൽ എണീറ്റ് പോ, മനുഷ്യനെ വെറുതെ. ഋതികേച്ചി, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? നിന്നെ കണ്ടില്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. വേഗം വാ, ദാ ഇവിടെ ഉറങ്ങിപ്പോയി. നീ ഒന്ന് കല്ലുവിൻ്റെ അടുത്തിരിക്കും, ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വേഗം വരാം. അച്ചുടാ, ചെറിയമ്മയുടെ വാവ ഉറങ്ങിപ്പോയോ? ഒന്നും പറയണ്ട സാക്ഷി, വെളുപ്പാങ്കാലത്ത് എണിറ്റതാ, പിന്നെ ദാ ഇപ്പോഴാ കിടന്ന് ഉറങ്ങുന്നത്. ഞങ്ങൾക്കൊന്ന് പല്ലി വയ്ക്കാൻ പോലും സമയം തന്നില്ല കള്ളിപ്പെണ്ണ്. അമ്മ ഈ പറയുന്ന വല്ലോ നീ അറിയുന്നുണ്ടോ? നല്ല ഉറക്കം, ഉറങ്ങട്ടെ. ഏതായാലും ഋതികേച്ചി പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ അവളുടെ അടുത്തിരുന്നോളാം. ആ പിന്നെ അവൾ കരയാണെങ്കിൽ എടുക്കാനൊന്നും നിൽക്കണ്ട, അമ്മയെ വിളിച്ചാൽ മതി. 2 ദിവസം മുന്നേ എടുത്ത് വയറുളുക്കിയത് ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെയോ അമ്മയോ വിളിച്ചാൽ മതി, നീ എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. ഓ എൻ്റെ പൊന്ന് ഋതികേച്ചി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചേച്ചി പോയി ഫ്രഷ് ആയിട്ട് വേഗം വാ. ആഹാ, കള്ളിപ്പണ് എണീറ്റല്ലോ. എന്താടി കല്ലൂസേ നോക്കി ചിരിക്കുന്ന? അമ്മേനെ കാണണോ നിനക്ക്? ആഹാ, കല്ലൂസിൻ്റെ ചെറിയമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നിൻ്റെ ചെറിയമ്മ അന്വേഷിച്ചു അറിയോ കല്ലു നിനക്ക്? ഞാൻ എഴുന്നേറ്റപ്പോൾ ഋഷി നല്ല ഉറക്കമായിരുന്നു, അപ്പോൾ ഞാൻ ഇവിടെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോന്നു, അതാ പറയാത്തെ. നിനക്കറിയോ കല്ലൂസേ, നീ വന്നതിന് ശേഷം ഈ ചെറിയമ്മയ്ക്ക് ചെറിയച്ഛൻ്റെ കാര്യത്തിൽ ഒരു താല്പര്യവും ഇല്ല. ഉറക്കം എണീറ്റാൽ കല്ലു, ഉറങ്ങാൻ പോകുമ്പം കല്ലു. പാവം ചെറിയച്ഛൻ, പാവല്ലേ കല്ലു. ഞാൻ ആരാടാ അവിടെ 2 മാസം പോലും പ്രായമില്ലാത്ത എൻ്റെ കൊച്ചിനോട് പരാതി പറയാൻ വന്നേക്കുന്നേ? അവളൊന്ന് മുട്ടിലെങ്കിലും എഴുതേട്ടടാ, എന്നിട്ട് പോരെ നിൻ്റെ ഈ പരാതി പറച്ചിലൊക്കെ, അല്ലേ കല്ലു?
ചെറിയച്ഛൻ്റെ പരാതിയൊക്കെ കേൾക്കാനുള്ള പ്രായമൊക്കെ അവൾക്ക് ആയിട്ടുണ്ട് അല്ലേടി കല്ലൂസേ? ചെറിയച്ഛനും കൊള്ളാം, അച്ഛനും കൊള്ളാം. കല്ലു ബാ, നമുക്ക് പോവാം. ഇങ്ങ് ബാ, നമുക്ക് അച്ഛമ്മ അടുത്ത് പോയിട്ട് നല്ല നല്ല സ്റ്റോറീസ് കേൾക്കാം. ഇവിടെ നിന്ന് ഇവരുടെ കൂടെ നമ്മൾ ചീത്തായി പോകും. ബാ. ആ ബെസ്റ്റ്. കല്ലൂനെയും കൊണ്ട് അവൾ സ്ഥലം വിട്ടു. കല്ലൂനെ കാണുമ്പോഴാണ് ഇത്ര സന്തോഷം. ഇപ്പോഴൊക്കെ നൈറ്റൊന്നും തീരെ ഉറക്കമില്ല, ടെൻഷൻ അടിച്ച്. അത് പിന്നെ ഫസ്റ്റ് ഡെലിവറി അല്ലേ, അതങ്ങനെ തന്നെയായിരിക്കും. അല്ല, കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞേ? അടുത്ത ആഴ്ച കൊണ്ടുപോകാൻ പറഞ്ഞു, അഡ്മിറ്റ് ആക്കാൻ. ഇതിനിടയ്ക്ക് പെയിൻ വരുവാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഋഷി നല്ല ഉറക്കമാണല്ലോ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. കിച്ചണിൽ പോയി നോക്കിയാലോ എന്തെങ്കിലും ഉണ്ടോയെന്ന്, അല്ലാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്താടാ കുട്ടാ, അമ്മ പാവല്ലടാ. നിനക്ക് രാത്രിയൊക്കെയാണോ വിശക്കുന്ന? ഇനിയിപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടാവോ എന്തോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം. ഉറങ്ങേണ്ട സമയത്തൊക്കെ നിനക്ക് വിശക്കും. ഇങ്ങ് പുറത്ത് വാ, ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിനക്ക്. വിചാരിച്ച പോലെ തന്നെ ഈ കിച്ചണിലൊന്നുമില്ല. ഞാൻ ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടത്? നിനക്ക് എന്താടാ കഴിക്കാൻ വേണ്ടത്? അമ്മയും കുഞ്ഞും ഈ രാത്രി കിച്ചണിൽ എന്താ പരിപാടി? എന്നോട് പോലും പറയാതെ എന്താ ഇവിടെ? ഋഷി, നീ ഉറങ്ങുമായിരുന്നില്ലേ? ആ, കണ്ണൂർ നോക്കിയപ്പോൾ നീ അടുത്തില്ല, ബാത്റൂമിൽ നോക്കിയപ്പോൾ ഇല്ല. അപ്പം എനിക്ക് തോന്നി ഇവിടെ തന്നെ കാണുമെന്ന്. എന്ത് പറയാനാ ഋഷി, നിന്റെ കുഞ്ഞിനെ ഉറങ്ങാൻ വിടുന്നില്ല. വല്ലാത്ത വിശപ്പ്, അതാ. ആണോടാ കള്ള, നിനക്ക് വിശക്കുന്നുണ്ടോ? അമ്മയ്ക്കും കുഞ്ഞിനും എന്താ ഇപ്പോൾ അച്ഛൻ ഉണ്ടാക്കി തരേണ്ടേ? അച്ഛൻ സ്നേഹത്തോടെ എന്തുണ്ടാക്കി തന്നാലും അത് ഈ അമ്മയും കുഞ്ഞും കഴിക്കും, അല്ലേടാ മുത്തേ? അവിടെ ചെന്നിരിക്കി, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം ഈ അമ്മയ്ക്കും കുഞ്ഞിനും. ശരി, ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്. പെട്ടെന്ന് ഒരു 5 മിനിറ്റ്സ്, ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കി തരാം. സാക്ഷി, ഉറങ്ങരുത്, ഇപ്പോൾ റെഡിയാവും. ഒരു മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഞാൻ ഉറങ്ങുന്നില്ല, വെയിറ്റ് ചെയ്തിരിക്കുക. പെട്ടെന്ന്. എന്താ ഋഷി, ഇതുവരെ ആയില്ലേ? ഇത്രയൊക്കെ മതി, എനിക്ക് വിശന്നിട്ടിരിക്കാൻ വയ്യ. ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്നു, ഞാനിതൊക്കെ എടുത്ത് സെർവ് ചെയ്ത് തരാം. ഋഷി, നീ ഇപ്പം എന്തിനാ ചിരിച്ചത്? ഞാൻ കഴിക്കുന്നുണ്ട് കളിയാക്കി ചിരിച്ചല്ലേ? അതിന് നീ കഴിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പെട്ടെന്ന് കല്ലുൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു. അല്ലെങ്കിൽ തന്നെ നീ കഴിക്കുന്നതിന് ഞാൻ എന്തിനാ ചിരിക്കുന്നേ? കല്ലുൻ്റെ കാര്യമാണോ? ആ ശരി, ഞാൻ കഴിച്ചു കഴിഞ്ഞു. നമുക്ക് പോയി കിടക്കാം. ബാ ബാ, പോയി കിടക്കാം. സാക്ഷി, കാലൊക്കെ നീര് വന്നല്ലോ, നിനക്ക് പെയിൻ ഉണ്ടോ? ഏയ്, നല്ല സുഖ. നിനക്കും വേണോ ഇതുപോലെയൊക്കെ? ഓ, കളിയാക്കിയതാണല്ലേ. ഒരുപാട് ടൈമായില്ല, കിടന്നോ, ഉറങ്ങിക്കോ. ഋഷി, എനിക്കിതാ ആ മാമ്പഴം വേണം പ്ലീസ്. മാമ്പഴോ? ശരി. ദേ, അത് മതി. ഇങ്ങോട്ടാ. ഞാനാണോ നീയാണോ ഗർഭിണി? ഐഷ്, ഇവള്. ആഹാ, പുറത്ത് നല്ല മഴയാ. ഇപ്പൊ ഒരു ഗ്ലാസ് കട്ടൻ കിട്ടിയാൽ കൊള്ളാം. കളവാല് വെക്കുന്ന കണ്ടപ്പോഴേ തോന്നിയ അവസാനം അത് കട്ടലിൽ നിൽക്കുന്നു. എനിക്കങ്ങ് വയ്യ, എനിക്ക് ചെല്ലു പോവാൻ. കട്ടൻ കാപ്പിയല്ലേ? അമ്മ ഇരുന്നോ, ഞാൻ ഉണ്ടായി കൊണ്ടുവരാം എല്ലാവർക്കും. കല്ലു, നമുക്കും പോവാം ചെറിയമ്മരെ കൂടെ കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ. ഏട്ടത്തി, അവളെ ഇങ്ങതാ, ഞാൻ വച്ചിരിക്കാം. ഋതികെ, സാക്ഷി കട്ടനിടാൻ പോയി. കല്ലു ആണെങ്കിൽ അവൻ വച്ചിക്കുമല്ലേ, നീ ഇപ്പോൾ ഫ്രീ അല്ലേ? എന്നാൽ കട്ടൻ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കിക്കോ, ഞങ്ങൾ കഴിക്കാം. കണ്ടോ കല്ലൂസേ, നിൻ്റെ അമ്മയ്ക്ക് നിൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കുന്നുണ്ട്. എനിക്കെന്താ വല്ലാത്തൊരു വേദന, എൻ്റെ വയറ്. സാക്ഷി, എന്തു പറ്റി? പെയിൻ തോന്നുന്നുണ്ടോ നിനക്ക്? ഋതികേച്ചി, എനിക്ക് വയറ് വല്ലാണ്ട് വേദനിക്കുക, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഡെലിവറി പെയിനായിരിക്കും. ഋഷി, വേഗം വാ, പെട്ടെന്ന് വാ. സാക്ഷി, നീ അവിടെ ഇരിക്കുക. ഋഷി, കുഞ്ഞിനെ ഇങ്ങതാ, എന്നിട്ട് കാറിൻ്റെ കീ എടുത്തിട്ട് വാ. ചിലപ്പോൾ ഇത് ഡെലിവറി പെയിനായിരിക്കും, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ആട്ടെ, ഞാനിപ്പോൾ വരാം. കുഞ്ഞിനെ പിടിക്കുക. കല്ലൂസേ, അച്ഛന്മാരുടെ അടുത്തിരുന്നോ. അച്ഛനും ചെറിയച്ഛനൊക്കെ ചെറിയമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വേഗം വരാം. സാക്ഷി,
ഋഷി, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. സാക്ഷി പേടിക്കണ്ട, ഒന്നുമില്ല. ദാ ഇപ്പോൾ ഹോസ്പിറ്റലിലെത്തും. സാക്ഷി പേടിക്കണ്ട, ഞാൻ പുറത്ത് തന്നെയുണ്ട്. നീ ധൈര്യമായിട്ടിരുന്നോ. ഒന്നുമില്ല, നിനക്കും കുഞ്ഞിനും ഒന്നും പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും. ഞങ്ങൾ പേഷ്യൻറ്റിനെ ഡയറക്റ്റ് ലേബർ റൂമിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് ലേബർ പെയിൻ എന്നാണ് തോന്നുന്നത്. ടെൻഷൻ അടിക്കണ്ട. ഓക്കെ ഡോക്ടർ. ഋഷി ഒന്നുമില്ലടാ, നീ നോക്കിക്കോ. ഇപ്പം അമ്മയും കുഞ്ഞും ഒരു കുഴപ്പമില്ലാതെ വരും. നീ പ്രാർത്ഥിക്ക്. രാവിലെ പെയ്ത മഴയാണല്ലോ. ഋഷി, നിന്റെ കുഞ്ഞു മഴയും കൊണ്ടാ വന്നേന്ന് തോന്നുന്നു. സാക്ഷിയുടെ ഡെലിവറി കഴിഞ്ഞു. ബേബി ബോയ് ആണ്. ക്ലീൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കയറി കാണാം. നോർമൽ ഡെലിവറി തന്നെയാണ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആവും. താങ്ക് യു ഡോക്ടർ. ആൾക്കും കുഞ്ഞിനും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് അവരൊന്ന് കയറി കാണാൻ പറ്റുമോ? എൻ്റെ പൊന്നു ഋഷി, ക്ലീൻ ചെയ്തിട്ട് നമ്മളെ കാണിക്കാമെന്ന് പറഞ്ഞതല്ലേ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അവർക്ക് ഒരു കുഴപ്പമില്ല, പേടിക്കണ്ട. ഋഷി, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മോനായിരിക്കുമെന്ന്. അതെ, നമുക്ക് മോനെ. ഏതായാലും അടുത്തതിന് വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ഞാൻ ഇവിടെ നിന്ന് എണീക്കട്ടെ. 50 തരാം ഞാൻ നിനക്ക്. എവിടെടാ എൻ്റെ പേര് കുഞ്ഞ്? ഞാനൊന്ന് നോക്കട്ടെ. ഇതാ അമ്മയുടെ പേരക്കുഞ്ഞ്. ഞാൻ ഇവനെ ഇന്ന് ഏട്ടനെയും അച്ഛനെയും ഒന്ന് കൊണ്ട് കാണിക്കട്ടെ. അവർ ലേബർ റൂമിനകത്ത് എല്ലാവരെയും കയറ്റുന്നില്ലല്ലോ. ആ അമ്മ, അച്ഛനും ചേട്ടനും കൊണ്ട് കാണിച്ചു കൊടുത്തേക്ക്. സാക്ഷി, എന്താ ഋഷി, പെട്ടെന്ന് മുഖമൊക്കെ വല്ലാണ്ടായിപ്പോയല്ലോ. എന്ത് പറ്റി? ഒന്നുമില്ല. നിനക്ക് ഒരുപാട് വേദന സഹിക്കേണ്ടി വന്നുല്ലേ? നിൻ്റെ കരച്ചിൽ എപ്പോഴും എൻ്റെ കാതിൽ കേൾക്കാം. നമുക്ക് ഈ ഒരു കുഞ്ഞു മതി. ഇനി നമുക്ക് കുഞ്ഞുങ്ങളൊന്നും വേണ്ട. വേദന ഒരുപാട് സഹിക്കേണ്ടി വന്നു. പക്ഷേ അവൻ്റെ മുഖം കണ്ടപ്പോൾ അതൊന്നും എനിക്ക് ഓർമ്മ പോലുമില്ല. നിനക്കെങ്ങനെ പറയാം? നീ കരയുന്നത് ഞാനല്ലേ കണ്ടത്. അതുകൊണ്ട് നമുക്കിനി ഒരു കുഞ്ഞു മതി. മനസാക്ഷി, ഇതാ കുഞ്ഞ് കുറേ നേരമായിട്ടില്ലേ ഉറങ്ങുന്നു. അവന് വിശക്കുന്നുണ്ടാവും. നീ അവന് പാൽ കൊടുത്തോ? ആ അമ്മ, ഞാൻ അവന് പാൽ കൊടുക്കാം. ഋഷി, നീ എന്താ ഇവിടെ? അമ്മ പോയത് കണ്ടില്ലേ? പുറത്തു പോ. ഞാൻ കൊച്ചിനൊന്ന് ഫീഡ് ചെയ്തിട്ട് നീ ഇങ്ങ് വന്നാൽ മതി. പുറത്ത് പോകാനോ? അമ്മയെ പോലെയാണോ ഞാൻ കാണാത്തതായിട്ട് നീ എന്താ ഉള്ളത്? കുഴപ്പമില്ല, ഞാനിവിടെ ഇരുന്നോളാം. നീ ഫീഡ് ചെയ്തോ. പുറത്തച്ഛനും ചേട്ടനൊക്കെ ഉള്ളത് എൻ്റെ നാണം കെടുത്തല്ലേ. പോ, ഞാൻ കുഞ്ഞിന് പാൽ കൊടുത്തോട്ടെ പ്ലീസ്. കണ്ടോടാ, നിൻ്റെ അമ്മയ്ക്ക് നീ വന്നപ്പോൾ ഇപ്പോൾ അച്ഛനെ വേണ്ട. സാരമില്ല, അച്ഛൻ പുറത്തുണ്ടാവും. കുഞ്ഞു പാലൊക്കെ കുടിച്ച് മിടുക്കനായിട്ടിരിക്കും. സാക്ഷി, ഞാൻ ശരിക്കും പുറത്ത് പോകണോ? നിനക്കെന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ? ഋഷി, ഞാൻ പോയി. അച്ഛന് ഇത്തിരി വട്ടുണ്ട്. പക്ഷെ മോനൊന്നും കാര്യമാക്കണ്ട. അമ്മ പാൽ തരാട്ടോ.